എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ദിവസവും 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ മോക്ക് ടെസ്റ്റാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. 1. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം 4ഉം. 1. പക്രാനങ്കൽ സത്ലജ്. 2. ഹിരാക്കുഡ് മഹാനദി. 4. സർദാർ സരോവർ നർമ്മദ. അപ്പോൾ ഏതൊക്കെയാണ്? പക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ. അപ്പോൾ നമുക്ക് തെഹ്രി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദി. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം 3ഉം മാത്രം. 1. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 2. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 3. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം 3ഉം മാത്രം. 1. സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. സവർണജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 4 മാത്രം. 4. സതിഹിത ബോധിനി. സതിഹിത ബോധിനിയാണ് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, 2ഉം 3ഉം. 2. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. 3. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. അപ്പോൾ ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരവും കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരുമാണ്. അപ്പോൾ നമുക്ക് ബാക്കി 2 നോക്കാം. കേരള മീഡിയ അക്കാദമി എറണാകുളം. കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂർ. കേരള മീഡിയ അക്കാദമി എറണാകുളം കാക്കനാടും കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂരുമാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 1. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ആണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം.
ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ. അപ്പോൾ നമുക്ക് ശരി ഉത്തരങ്ങളൊന്ന് നോക്കാം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് മനിലയിലാണ്. നാറ്റോ ബ്രസൽസ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം. ഇൻ്റർപോൾ ലിയോൺ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏത്? അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. ആൻസർ ഓപ്ഷൻ ഡി നമച്ച ബർവ. നമച്ച ബർവയാണ് അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കരീവ. കരീവ ഇനത്തിൽപ്പെട്ട മണ്ണിനമാണ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. ടൈറ്റാനിയം ഓക്സൈഡാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്. മധ്യഘട്ടത്തിലെ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദിയുടെ സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്. ആൻസർ ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സ്ബോ തടാകങ്ങളാണ് മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ കസാൻ റഷ്യ. റഷ്യയിലെ കസാനിലാണ് 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോയിലാണ്. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഒഡീഷ. ഒഡീഷയിലാണ് ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. അജണ്ട 21 ആഗോള സുസ്ഥിര വികസനത്തെ കുറിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2010. 2010ലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം.
ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കേരളം. കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. ഫ്യൂഡൽ നികുതി നൽകുക. ഫ്യൂഡൽ നികുതി നൽകുക എന്നത് 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതാണ്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നവമഞ്ജരി. നവമഞ്ജരിയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ധോളാവിര. ധോളാവിരയാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം എന്നറിയപ്പെടുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1 മാത്രം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശപഥം എഴുതിയത്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ആൻസർ ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പാക്കിയ സംസ്ഥാനം? സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തെലുങ്കാന. തെലുങ്കാനയാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. 1. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. 2. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 3. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികസനം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത്? താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവയെല്ലാം. 1. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. 2. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 3. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ആൻസർ ഓപ്ഷൻ ബി
സുകുമാർ സെൻ. സുകുമാർ സെന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ആൻസർ ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ആനന്ദമഠം. ആനന്ദമഠത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിരിക്കുന്നത്. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. 1. അമ്മു സ്വാമിനാഥൻ. 2. ദാക്ഷായണി വേലായുധൻ. 3. രാജ്കുമാരി അമൃത് കൗർ. 4. സരോജിനി നായിഡു. അപ്പോൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു എന്നിവർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കബനി. കബനിയാണ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. കിഴക്കോട്ടൊഴുകുന്ന മറ്റ് നദികൾ ഏതൊക്കെയാണ്? ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വരയാട്. വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ആൻസർ ഓപ്ഷൻ സി രാമനാട്ടം. രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്. കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ നദി. ആൻസർ ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ നദി. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ചിങ്ങം 1. ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നാഫ്ത. നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് ആൻസർ ഓപ്ഷൻ ബി നീണ്ടകര. നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉം. 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. 4. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏത്? 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ. നിഹോൺ ഹിഡാൻക്യോയാണ് 2024 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന.